ഡിയർ ഫ്രണ്ട്സ്, ലളിതം എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം +1 എക്കണോമിക്സ് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പരിപാടി നമ്മൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഇതിനകത്ത് മുൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും വളരെ പ്രസക്തവുമായ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെ ഈ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാമെന്നത് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നേരിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളിൽ തുടങ്ങാം. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ +1 പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. +1 എക്കണോമിക്സിൽ ഏതാണ്ട് 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളായിട്ടുണ്ടാവും. നമുക്ക് കഴിഞ്ഞ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയിൽ ചോദിച്ച ഏതാനും ചോദ്യങ്ങളിലാണ് ഇപ്രാവശ്യം നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹൂസ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് കൊളോണിയൽ പീരിയഡ് വാസ് കൺസിഡേർഡ് വെരി സിഗ്നിഫിക്കൻറ്റ്? ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബി, VKRV റാവു, RC ദേശായി. താഴെ തന്നിരിക്കുന്ന ആൻസേഴ്സിൽ ഉത്തരങ്ങളിൽ കോളനി ഭരണകാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കിയവരുടെ കൂട്ടത്തിൽ ആരുടെ കണക്കെടുപ്പാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം, ഉത്തരം സി ആണ്, VKRV റാവു. ഈ തന്നിരിക്കുന്ന 4 പേരും ആ കാലഘട്ടത്തിലെ ദേശീയ വരുമാന കണക്കെടുപ്പ് നടത്തിയവർ തന്നെയാണ്. പക്ഷെ അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് VKRV റാവുവിൻ്റെ കണക്കെടുപ്പ്. ഇത് കൂടാതെ നമുക്കറിയാം, ഫിൻഡിലെ ഷിറാസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബി, VKRV റാവു, RC ദേശായി, ഫിൻഡിലെ ഷിറാസ്, ഇവർ 5 പേരും ആ കാലയളവിൽ ദേശീയ വരുമാന കണക്കെടുപ്പുമായി മുന്നോട്ട് പോയ വ്യക്തിത്വങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് ജവഹർലാൽ നെഹ്റു, PC മഹാലനോബിസ്, ജോൺ മത്തായ്, മുഖർജി. ആരുടെ ഐഡിയ അനുസരിച്ചാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്? നെഹ്റുവിൻ്റെതാണോ, PC മഹാലനോബിസിൻ്റെതാണോ, ജോൺ മത്തായുടേതാണോ, മുഖർജിയുടേതാണോ? നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് PC മഹാലനോബിസ് ആണ്. രണ്ടാമത്തെ പ്ലാൻ മോഡൽ PC മഹാലനോബിസിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരുടെ മോഡലായിരുന്നു? ചിന്തിക്കണം നമ്മൾ. ഹാരോഡ് ഡോമർ മോഡലായിരുന്നു. ഹാരോഡ് ഡോമർ മോഡൽ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൂ എസ്റ്റിമേറ്റഡ് പോവർട്ടി ഓൺ ദ ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്? സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തത് ആരാണ്? ജയിൽ ജീവിത ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യത്തെ എസ്റ്റിമേറ്റ് ചെയ്തത്, കണക്കെടുത്തത് ആരായിരുന്നു? VKRV റാവു, ദാദാബായ് നവറോജി, അമർത്യ സെൻ, സുരേഷ് ടെണ്ടുൽക്കർ. ഇതിലാരായിരുന്നു? നമുക്കറിയാം, അതിൻ്റെ ഉത്തരം ബി ആണ്, ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിൻ്റെ ഈ കൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു: ജയിൽ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ 1/4 മാത്രമാണ് യഥാർത്ഥത്തിലൊരു ശരാശരി മനുഷ്യന് ജീവിച്ചു പോകാൻ ആവശ്യമുള്ളത്. അതായത് ഒരു ജയിൽ പുള്ളിക്ക് വേണ്ട, തടവുകാരന് വേണ്ട മൊത്തം ഭക്ഷണ ചെലവിൻ്റെ 1/4, 3/4 മാത്രമാണ് ഒരു സാധാരണ ദാരിദ്ര്യം നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമാക്കി അദ്ദേഹം എടുത്തത്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, ഫിഷ്, ഫ്രൂട്ട്, വെജിറ്റബിൾ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്? അത് പാലാണോ, മത്സ്യമാണോ, പഴവർഗ്ഗങ്ങളാണോ, പച്ചക്കറിയാണോ? നമുക്കറിയാം, ഓപ്പറേഷൻ ഫ്ലഡ് മിൽക്കുമായി ബന്ധപ്പെട്ട, പാലുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം എ, മിൽക്ക്.
അല്ലേ? നമുക്കറിയാം ഓപ്പറേഷൻ ഫ്ലഡിന്റെ അടിസ്ഥാനത്തിൽ 1966 സ്റ്റാർട്ട് ചെയ്ത ഓപ്പറേഷൻ ഫ്ലഡിന്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റ് റവല്യൂഷൻ എന്ന വലിയൊരു വിപ്ലവം തന്നെ പാലുൽപാദന രംഗത്തുണ്ടായത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ചാലകശക്തിയായിരുന്നു വർഗീസ് കുര്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹെഡ് ലോഡ് വർക്കേഴ്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ, ഓർഗനൈസ്ഡ് പബ്ലിക് സെക്ടർ, നൺ ഓഫ് ദീസ്. അല്ലെ, ചുമട്ട് തൊഴിലാളികൾ ഏത് സെക്ടറിലാണ് വരുന്നത്? ഫോർമൽ സെക്ടറിലാണോ, ഔപചാരിക മേഖലയിലാണോ, അനൗപചാരിക മേഖലയിലാണോ, ഗവൺമെന്റ് സംഘടിത മേഖലയിലാണോ? ഇതൊന്നുമല്ലേ. നമുക്കറിയാം ചുമട്ട് തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ അല്ലെങ്കിൽ അനൗപചാരിക മേഖലയിലാണ് വരുന്നത്. ഇൻഫോർമൽ സെക്ടറാണ് ഉത്തരം ബി. എന്താണ് ഈ ഫോർമൽ സെക്ടറും ഇൻഫോർമൽ സെക്ടറും തമ്മിലുള്ള വ്യത്യാസം? ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ശമ്പളമുള്ള, മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള, ഗവൺമെന്റിതരമായിട്ടുള്ള സ്ഥിര തൊഴിൽ നൽകുന്ന മേഖല ഉൾപ്പെടുന്നതാണ് ഫോർമൽ സെക്ടർ. എന്നാൽ ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഡെയിലി വേജിന് വേണ്ടി ജോലി ചെയ്യുന്ന കൂലിത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ ഉൾപ്പെടുന്ന മേഖലയാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത്. ഇൻഫോർമൽ സെക്ടറിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഫോർമൽ സെക്ടറിൽ ലഭിക്കുന്നു എന്നതാണ് കണക്ക്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം അനുസരിച്ച് ഹെഡ് ലോഡ് വർക്കേഴ്സ് പ്രധാനമായിട്ടും വരുന്നത് ഇൻഫോർമൽ സെക്ടറിലാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. പ്രൈമറി ഡാറ്റ ആർ കളക്റ്റഡ് ബൈ ദ വേ ഓഫ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? പേഴ്സണൽ ഇന്റർവ്യൂ, ടെലിഫോൺ ഇന്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ഓൾ ഓഫ് ദീസ്. എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നേരിട്ടുള്ള ഇന്റർവ്യൂവിലാണോ, മുഖാമുഖം, അതുപോലെ ടെലിഫോൺ ഇന്റർവ്യൂവിലാണോ, ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്തുകൊണ്ടാണോ? നമുക്കറിയാം ഈ മൂന്ന് രീതികളും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ തന്നെയാണ്. നേരിട്ടുള്ള അഭിമുഖവും ടെലിഫോണിലൂടെയുള്ള അഭിമുഖവും ക്വസ്റ്റ്യനർ അയച്ചു കൊടുത്തുകൊണ്ട് ഉത്തരം ശേഖരിക്കലും പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗം തന്നെയാണ്. ഉത്തരം ഡി ആണ്, ഓൾ ഓഫ് ദീസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് ദ സ്മാളസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ്. ബി, the average of the largest value and the smallest value in a series. C, the ratio of largest value to the smallest value in a series. D, none of these. നമ്മൾ ഈ ഉത്തരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. റേഞ്ച് എന്ന് പറയുമ്പോൾ വലിയ ഒരു സീരീസിലെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ്. Range is the difference between the largest value and the smallest value in a series. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസിലെ ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിൽ ഡിഫറൻസ് ആണ്. അത് കാണാനുള്ള ഇക്വേഷനാണ് റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ്. എൽ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഐറ്റം, എസ് എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് ഐറ്റം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണണമെങ്കിൽ coefficient of range is equal to L minus S divided by L plus S. L minus S divided by L plus S. ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഉത്തരം എ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ്റ്റോഗ്രാം ഈസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഐറ്റം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്? മീൻ, മീഡിയൻ, മോഡ്, നൺ ഓഫ് ദീസ്. ഏതാണ്? ഹിസ്റ്റോഗ്രാം മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മോഡ് എന്ന് പറയുന്ന ആവറേജിനെ നമുക്ക് ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും, ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ മീഡിയൻ കാണാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഒജീവ്സ് എന്ന് പറയും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ്. അതേസമയം അരിതമെറ്റിക് മീൻ ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യാനാവില്ല. അപ്പം മോഡും മീഡിയനും നമുക്ക് ഗ്രാഫിക്കലായിട്ട് ലൊക്കേറ്റ് ചെയ്യാനാവും. ഹിസ്റ്റോഗ്രാം മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഉത്തരം സി ആണ്.
അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വളരെയധികം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ വാല്യൂ ഓഫ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ് ലൈസ്. കാൾ പിയേഴ്സന്റെ കോറിലേഷന്റെ വാല്യൂ ഏത് റേഞ്ചിലാണുള്ളത്? കാൾ പിയേഴ്സന്റെ കോറിലേഷന്റെ വാല്യൂ ഏത് റേഞ്ചിലാണുള്ളത്? എ 0 to 1, ബി -1 to 1, സി 1 to 2, ഡി -1 to 0. ഇതിനകത്ത് ഉത്തരം ബി ആണ്. കാൾ പിയേഴ്സന്റെ കോറിലേഷന്റെ വാല്യൂ -1ന്റെയും +1ന്റെയും ഇടയിലാണ്. -1ന്റെയും +1ന്റെയും ഇടയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ റീറ്റെയിൽ പ്രൈസ്, ബി ഹോൾസെയിൽ പ്രൈസ്, സി പ്രൊഡ്യൂസർ പ്രൈസ്, ഡി നൺ ഓഫ് ദീസ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ത് മെഷർ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഏത് അളവിലെ മാറ്റമാണ് മെഷർ ചെയ്യുന്നത്? ഉത്തരം എ ആണ്. റീറ്റെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് നമ്പറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് നമ്പറാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ റീറ്റെയിൽ പ്രൈസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് വരാം. ഏതാണ്ട് 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ചോയ്സ് ഉണ്ടായിരിക്കുകയില്ല. ഈ സീരീസ് ചോദിച്ചാൽ ചോയ്സ് ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ നേരത്തെയുള്ള ഡിസ്കഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ. പോയിന്റ് ഔട്ട് എനി 2 ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിംഗ് കൊളോണിയൽ പീരിയഡ്. കോളനി ഭരണകാലഘട്ടത്തിലെ ഇന്ത്യയിലെ വ്യാവസായിക മേഖലയ്ക്കുണ്ടായ വലിയ പോരായ്മകൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമുക്കറിയാം, 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ കയറ്റിയേക്കാനുള്ള ഒരു രാജ്യമായിട്ട്, ഒരു കമ്പോളമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക. 2ാമത്തെ കാര്യം, ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ ഫിനിഷ് ചെയ്ത, കംപ്ലീറ്റ് ചെയ്ത ഗുഡ്സ് ഇറക്കുമതി ചെയ്ത രാജ്യമാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് നിരവധി പോയിന്റ്സ് ഇതിനകത്ത് എഴുതാൻ പറ്റും. നമുക്ക് 2 പോയിന്റ് ആവശ്യമില്ലെങ്കിലും നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ കാലയളവിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസ്, ഒരു വ്യാവസായികമായ അടിത്തറ ഉണ്ടാക്കിയെടുത്തില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അതുമാത്രമല്ല, കരകൗശല വ്യവസായങ്ങൾ തകർന്നടിഞ്ഞു. ഒരിക്കലും ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, മൂലധന വ്യവസായങ്ങൾ ഒരിക്കലും ഉയർന്നു വന്നില്ല എന്നുള്ളത് മറ്റൊരു പോരായ്മ എടുത്ത് പറയാം. അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും, വ്യാവസായിക മേഖലയിൽ നിന്നും GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വളരെയധികം കുറവായിരുന്നു. ഇങ്ങനെ നിരവധി പോരായ്മകളുണ്ട്. ഈ പോരായ്മകൾ, ഒരു 10ഓളം പോരായ്മകൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇവിടെ 2 എണ്ണം മാത്രം മതി. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കണം. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പോയിന്റ് ഔട്ട് എനി 2 ഡ്രോബാക്സ്. ഇനി 2 ഡ്രോബാക്സ്. ആവശ്യമുള്ളത് മാത്രമേ നമുക്ക് അതിനകത്ത് കൊണ്ടുവരേണ്ടതുള്ളൂ. ഒരുപാട് വിശദീകരണം കൊടുത്ത് സമയം പോക്കേണ്ടതില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ എനി 4 സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ 4 സോഴ്സുകളെ കുറിച്ച് പറയുക. അല്ലേ? ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സ് ഏതൊക്കെ നമ്മൾ പഠിച്ചത്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫർമേഷൻ, മൈഗ്രേഷൻ തുടങ്ങിയവയ്ക്കാണ് 4 സോഴ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ഓൺ ജോബ് ട്രെയിനിങ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ. 5 എണ്ണം ഉണ്ട്. നമുക്കതിന് 4 എണ്ണം എടുത്താൽ മതി. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് സ്കോർസ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ ഇക്കണോമിക്സ് എക്സാമിനേഷൻ ആർ ഗിവൺ ബിലോ. പ്രിപ്പയർ എ ഫ്രീക്വൻസി അരേ. അല്ലെ, 25 കുട്ടികളുടെ സാമ്പത്തിക ശാസ്ത്ര പരീക്ഷയിൽ നേടിയ മാർക്ക് താഴെ കൊടുത്തിരിക്കുന്നു. ഒരു ഫ്രീക്വൻസി അരേ പ്രിപ്പയർ ചെയ്യുക. എന്താ ഫ്രീക്വൻസി അരേ എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീറ്റ് സീരീസിലെ ഡാറ്റയുടെ ഫ്രീക്വൻസി ബേസ്ഡ് അറേഞ്ച്മെന്റ് ആണ്. ഫ്രീക്വൻസിയോട് കൂടി അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രീക്വൻസി അരേ എന്ന് പറയുക. ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഡാറ്റയ്ക്കാണ്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലാകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അല്ലേ? ഇതിനകത്ത് 25 സ്റ്റുഡൻസിന്റെ മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നോക്കൂ, ഏറ്റവും ചുരുങ്ങിയ മാർക്ക് 20 ആണ്. ഏറ്റവും കൂടിയ മാർക്ക് 56 ആണ്.
അപ്പോൾ നമുക്ക് ഓരോ മാർക്കും അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു, ആ റിപ്പീറ്റ് ചെയ്ത കണക്കാണ് ശരിക്കും ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് 20 ഏറ്റവും ചുരുങ്ങിയ മാർക്ക് അത് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രീക്വൻസി എന്തായിരിക്കും? 2. അപ്പോൾ 2 കോളം നമ്മൾ അതിനകത്ത് ഉണ്ടാവും. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ മാർക്സ്, രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി. അപ്പോൾ ആദ്യത്തെ ഡാറ്റ എന്ന് പറയുന്നത് 20 ഏറ്റവും ചുരുങ്ങിയ മാർക്ക് 20. അതിന് നേരെയുള്ള ഫ്രീക്വൻസി 2. എങ്ങനെ ഫ്രീക്വൻസി നിശ്ചയിച്ചത്? എത്ര തവണ 20 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു? 2 തവണ. 24 4 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 24 നേരെയുള്ള ഫ്രീക്വൻസി എത്രയാണ്? 4. 30 6 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 30 നേരെയുള്ള ഫ്രീക്വൻസി എത്രയാണ്? 6. 35 3 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 35 നേരെയുള്ള ഫ്രീക്വൻസി 3. 40 നേരെയുള്ള ഫ്രീക്വൻസി 4. 42 നേരെയുള്ള ഫ്രീക്വൻസി 2. 52 നേരെയുള്ള ഫ്രീക്വൻസിയും 2. 56 നേരെയുള്ള ഫ്രീക്വൻസിയും 2. ഒരു സംഖ്യ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അതാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 14-ാമത്തേതാണ്. ഐഡന്റിഫൈ ദ 2 ആസ്പെക്ട്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ വികസനത്തിന് കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം ആവശ്യമാണ്. ഈ കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിന്റെ 2 വശങ്ങൾ പറയണം. അതാണ് 14-ാമത്തെ ചോദ്യം. അതിൽ നമുക്ക് ഒന്നാമതായിട്ട് ചെയ്യാനുള്ളത് ചേഞ്ച് ഇൻ ദ ക്രോപ്പ് പാറ്റേൺ. കൃഷിയുടെ ഘടന തന്നെ മാറ്റുക. ഒരേ വിലയെ തന്നെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കുക. അതാണ് ക്രോപ്പിംഗ് പാറ്റേണിലൊരു മാറ്റം. ക്രോപ്പ് റൊട്ടേഷൻ കൊണ്ടുവരിക, അല്ലെ? വേറെ വേറെ വിളകൾ കൊണ്ടുവരിക. മറ്റൊന്ന് ചേഞ്ച് ടു ദ അലൈഡ് ആക്ടിവിറ്റീസ്. കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് മാറുക. അതിൽ പ്രധാനമായിട്ടും ഫിഷറീസ്, മൃഗസംരക്ഷണം, അതുപോലെ തന്നെ മൃഗസംരക്ഷണം അഥവാ അനിമൽ ഹസ്ബൻഡറി, അല്ലെ? ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി കൃഷി, ഇതിലേക്കുള്ള മാറ്റമൊക്കെ പറ്റും. മൂന്നാമത്തത് ചേഞ്ച് ടു ദ നോൺ ഫാം ജോബ്സ്. കാർഷികേതര മേഖലയിലേക്കുള്ള മാറ്റം, കൃഷിയുമായി ബന്ധമില്ലാത്ത മേഖലയിലേക്കുള്ള മാറ്റം. ഇതാണ്. നമുക്കതിൽ 2 എഴുതിയാൽ മതി. ആ പോയിന്റ് മാത്രം 2 മതി, അല്ലേ? ഒന്നുകിൽ ക്രോപ്പിന്റെ പാറ്റേൺ, വിളകളുടെ ആ പാറ്റേൺ മാറ്റിയെടുക്കുക കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചേഞ്ച് ടു ദ അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. ഇതൊക്കെ 1-2 പോയിന്റ് മതി നമുക്കതിനകത്ത്. 15-ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം ഓർ ആൻ ഏരിയ ഓഫ് സ്റ്റഡി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മേക്കിംഗ് എ പ്രൊജക്ട്. ലിസ്റ്റ് ഔട്ട് അതർ സ്റ്റെപ്സ്, അല്ലേ? ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലേ? ഇത് കൂടാതെ മറ്റെന്തൊക്കെ സ്റ്റെപ്പാണ് അതിനകത്ത് വരുന്നത്? നമുക്കറിയാം, വിഷയം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു പ്രോജക്റ്റ് പൂർത്തിയാകുന്നില്ല. നമ്മൾ ആ ടാർഗറ്റ് ഗ്രൂപ്പ് ഏതാണോ, ആരിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, ആ ഡാറ്റ കളക്ട് ചെയ്യേണ്ട വിഭാഗത്തെ തിരിച്ചറിയണം. അഥവാ ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ് അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ, ഇത് ഡാറ്റ കളക്ട് ചെയ്യണം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും വേണം. അനാലിസിസ് ഓഫ് ഡാറ്റ, അതുപോലെ ഇന്റർപ്രിട്ടേഷൻ നടത്തണം, അനാലിസിസ് നടത്തണം, അവസാനം കൺക്ലൂഷൻ കൊടുക്കണം, പിന്നെ ഒരു ബിബ്ലിയോഗ്രഫി നൽകണം. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്, അല്ലേ? ഇപ്പോൾ ഇത് ഏത് ഭാഗത്താണ് വരുന്നത്? ഏറ്റവും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ അകത്താണ് വരുന്നത്. ഇതിനകത്ത് പിന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. 2 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. ഇനി 16 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിനുള്ളതാണ്. 7 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 1 എണ്ണം ചോയ്സ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. 16-ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എനി 3 ഇമ്പോർട്ടന്റ് ഗോൾസ് ഓഫ് 5-year പ്ലാൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ എഴുതാനാണ്.
അപ്പോൾ നിങ്ങൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും രണ്ടാമത്തെ ചാപ്റ്ററിലെ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ എന്ന ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: 1 ഗ്രോത്ത്, 2 മോഡേണൈസേഷൻ, 3 സെൽഫ് റിലയൻസ്, 4 ഇക്വിറ്റി. അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, നീതി. ഈ 4 ലക്ഷ്യങ്ങളാണുള്ളത്. അതിനകത്ത് 3 മതി. 3 വിശദീകരണത്തോടു കൂടി എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആ 3 മാർക്ക് കിട്ടുക. ശ്രദ്ധിക്കണം, മാർക്കിനനുസരിച്ചാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. 17ാമത്തെ ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി സെക്ടർ. താഴെ തന്നിരിക്കുന്ന വാക്കുകളെ നിങ്ങൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്നിങ്ങനെ 3 മേഖലയിലേക്ക് മാറ്റിത്തിരിക്കണം, ക്ലാസിഫൈ ചെയ്യണം. നമുക്കറിയാം പ്രൈമറി സെക്ടറിൽ വരുന്നത് ഏതാണെന്ന് നോക്കാം. നമുക്കതിനകത്ത് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്: അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ട്രേഡ്, വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ. ഇതിനകത്ത് അഗ്രികൾച്ചർ, കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. അപ്പോൾ പ്രൈമറി സെക്ടറിൽ വരുന്ന ഐറ്റം നമുക്ക് പിടികിട്ടി, അഗ്രികൾച്ചർ. ട്രാൻസ്പോർട്ട് ഏതിലേക്കാണ് പോവുക? സേവനമാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ടെറിസറി സെക്ടർ അഥവാ സേവന മേഖലയിലേക്കാണ് ട്രാൻസ്പോർട്ട് പോകുന്നത്. ഇലക്ട്രിസിറ്റി ഏതിലേക്ക് വരും? ഇലക്ട്രിസിറ്റി പ്രധാനമായിട്ടും നമ്മൾ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ട്രേഡ് സേവനമാണ്, സേവന മേഖലയിലേക്ക് പോകുന്നത്. വാട്ടർ സപ്ലൈ പ്രധാനമായിട്ടും സെക്കൻഡറി സെക്ടറിലാണ്. കൺസ്ട്രക്ഷൻ സെക്കൻഡറി സെക്ടറിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം ഉരുത്തിരിഞ്ഞു വന്നു. കൃഷി അനുബന്ധ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ വരുന്നത് പ്രൈമറി സെക്ടർ, ട്രാൻസ്പോർട്ട്, അതുപോലെ ട്രേഡ്, ടെറിഷറി സെക്ടർ, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, കൺസ്ട്രക്ഷൻ തുടങ്ങിയവ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിള് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ 3 നിഗമനങ്ങൾ എഴുതണം. നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളെ, ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ നിങ്ങൾ വാചക രൂപത്തിൽ എഴുതുമ്പോഴാണ് നിങ്ങൾ അതിലൊരു ഒരു വ്യാഖ്യാനം എഴുതുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നിഗമനം എഴുതുക എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ 3 രാജ്യങ്ങൾ. അതിനകത്ത് ജനസംഖ്യ, ഗ്രോത്ത്, സെക്സ് റേഷ്യോ, ഫെർട്ടിലിറ്റി റേറ്റ് 4 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ മില്യൺ കണക്കിൽ നോക്കുകയാണെങ്കിൽ 1252 മില്യനാണ്. ചൈനയിൽ 1357 മില്യനാണ്. പാകിസ്ഥാനിൽ 182 മില്യനാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നു. ഇന്ത്യയേക്കാൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലാണ്, ഏറ്റവും കുറവ് പാകിസ്ഥാനിലാണ്. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് അടുത്ത കാര്യം നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ആനുവൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, വാർഷിക വളർച്ച എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളത് പാകിസ്ഥാനിലാണ്, 1.65. ഏറ്റവും കുറവ് ചൈനയിലാണ്, 0.49. അപ്പോൾ നമുക്ക് അടുത്തൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ വാർഷിക വളർച്ചാ നിരക്ക് ഉള്ളത് ചൈനയിലാണ്. ഇതുപോലെയുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാം. നിങ്ങൾ വായിച്ചറിഞ്ഞത് പ്രകാരം, ഈ ടേബിൾ നോക്കി മനസ്സിലാക്കിയ പ്രകാരം നിങ്ങൾക്ക് കിട്ടിയ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. 2-3 നിഗമനങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 19ാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റോൾ എന്താണ്, പ്രാധാന്യം എന്താണ്, ഉപയോഗം എന്താണ്? അങ്ങനെ പല രീതിയിലും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണത്. ഇതിനകത്ത് നമുക്കറിയാം, പ്രധാനമായിട്ടും ഫാക്ട്സ്, വസ്തുതകൾ വളരെ ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ, പ്രിസൈസ് ആയിട്ട് പറയണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അത്യാവശ്യമാണ്. അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു പ്രസന്റ് ദ ഫാക്ട്സ് ഇൻ ഡെഫിനിറ്റ് ആൻഡ് ക്ലിയർ കട്ട് മാനർ. അതുപോലെ തന്നെ വി ക്യാൻ കണ്ടൻസ് ദ മാസ് ഓഫ് ഡാറ്റ. വലിയ ഡാറ്റയെ നമുക്ക് കണ്ടൻസ് ചെയ്ത് ചുരുക്കിയെടുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ ഫൈൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് വേരിയബിൾസ്, 2 വേരിയബിൾസ് തമ്മിലുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. അതുപോലെ നമുക്ക് ടെൻഡൻസികൾ, അല്ലെ, സമ്പദ് വ്യവസ്ഥയിലെ ട്രെൻഡും ടെൻഡൻസികളും മനസ്സിലാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. ഇതുകൂടാതെ
എക്കണോമിക് പോളിസികൾ അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനും മറ്റും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം നമുക്ക് കണ്ടെത്തണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യമാണ്, റോളാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് 3 എണ്ണമൊക്കെ ധാരാളം മതിയാവും. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടായിരിക്കേണ്ട കെയർ അല്ലെങ്കിൽ പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? നമ്മളത് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ടു ലോങ് ഓർ ടു ഷോർട്ട്. ക്വസ്റ്റ്യൻ വളരെ വലുതാവാനും പാടില്ല, വളരെ ചെറുതാവാനും പാടില്ല, അല്ലേ? അതുപോലെ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിരിക്കണം, വളരെ സുവ്യക്തമായിരിക്കണം. മറ്റൊന്ന്, ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ നെഗറ്റീവ്സ് ഉപയോഗിക്കരുത്. ഒരിക്കലും നമ്മൾ 2 നെഗറ്റീവ്സ് അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. 2-3 പോയിന്റ്സ്, അല്ലേ? വളരെ പ്രിസൈസ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ലോങ്ങർ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആംബിഗസ് ആവാൻ പാടില്ല. ആംബിഗസ് എന്ന് പറഞ്ഞാൽ അവ്യക്തമാവാൻ പാടില്ല, അല്ലേ? ഡബിൾ നെഗറ്റീവ് യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടല്ലോ. അതിൽ 3 എണ്ണമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ഹിസ്റ്റോഗ്രാം. ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞുള്ളത്. ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഓരോ ക്ലാസ് ഇന്റർവെല്ലും ഹിസ്റ്റോഗ്രാമിന്റെ അതല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് കണക്കാക്കുന്നു. അതിന്റെ ഹൈറ്റ്, ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ഹൈറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഫ്രീക്വൻസിയെ പ്രതിനിധാനം ചെയ്യുന്നു, വിഡ്ത്ത് ക്ലാസ് ഇന്റർവെല്ലിന് പ്രതിനിധാനം ചെയ്യുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, മോഡ് ഗ്രാഫിക്കലായിട്ട് കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരേ ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാം ഇങ്ങനെ വളരെ ലളിതമായിട്ട് വരയ്ക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കാര്യമാണ്, ഒരു ഡയഗ്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഹിസ്റ്റോഗ്രാം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ക്ലാസ് ഇന്റർവെല്ലിൽ അതിൻ്റെ ഓരോ റെക്റ്റാങ്കിളിനെയും വിഡ്ത്തായിട്ട് പരിഗണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും ഓരോ റെക്റ്റാങ്കിളിൻ്റെയും, ഫ്രീക്വൻസി ആയിരിക്കും ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഹൈറ്റ്. പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്ന ബാറുകളായിരിക്കും ഹിസ്റ്റോഗ്രാമുകളുടെ ബാറുകൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത്. 2 ബാറുകൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള വിഡ്ത്തും ഗ്യാപ്പും ഉണ്ടായിരിക്കുകയില്ല. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡന്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉണ്ടാവാറുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്, അല്ലെ? അതാണ് നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ള 3 പോയിന്റുകളും വേണം. നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഫോർമുല. ഒരു ഫോർമുല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് സെലക്ഷൻ ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്. ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണെന്ന് തീരുമാനിക്കുകയാണ് അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്. മറ്റൊന്ന് സെലക്ഷൻ ഓഫ് ബേസ് ഇയർ. ബേസ് ഇയർ തീരുമാനിക്കുക അല്ലെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ദെൻ അടുത്തൊരു ഇഷ്യൂ വരുന്നത് പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിന്റെ പർപ്പസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇങ്ങനെ 4-5 ഇഷ്യൂസ് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. നമുക്കിവിടെ 3 മാർക്കിന് 3 പോയിന്റുകൾ മതി. സെലക്ഷൻ ഓഫ് ഫോർമുല, സെലക്ഷൻ ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, സെലക്ഷൻ ഓഫ് ബേസ് ഇയർ, സെലക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ, അല്ലേ? സെലക്ഷൻ ഓഫ് ദി പർപ്പസ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കതിനകത്ത് 3 എണ്ണം മാത്രം മതിയാവും. ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 23 മുതൽ 27 വരെയുള്ള 5 ക്വസ്റ്റ്യൻസ് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് 1 എണ്ണം ചോയ്സ് ആണ്, 4 എണ്ണമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അനലൈസ് ദ റോൾ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ നാഷൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അഥവാ മനുഷ്യ മൂലധന സ്വരൂപീകരണം സമ്പദ് വ്യവസ്ഥയിലെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കണം. അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. 3-4 പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ ആവശ്യം 4 മാർക്കിന്.
അല്ലേ? എന്തൊക്കെ പോയിന്റ്സ് കൊടുക്കും? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളേക്കാൾ സ്കില്ല് കൂടുതലായിരിക്കും. പോയിന്റ് നമ്പർ 1. മറ്റൊന്ന്, ഹെൽത്തി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ആയിട്ടുള്ള ലേബർ സപ്ലൈ നൽകാനാവും. നിരന്തരം അദ്ദേഹത്തിന്റെ ലേബർ പവർ ഉപയോഗിക്കാനാവും എപ്പോഴും. അടുത്തൊരു പോയിന്റ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഹെൽത്ത് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ട്രെയിനിങ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, എഡ്യൂക്കേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എഫിഷ്യൻസി കൂടുതലായിരിക്കും. എന്തൊക്കെ പഠിച്ച് 4 പോയിന്റ് നമുക്ക് കിട്ടി, അല്ലേ? എന്തൊക്കെയാണ്, അല്ലേ? സ്കിൽഡ് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ നല്ല സ്കിൽഡ് ആയിരിക്കും. അത് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളേക്കാൾ സ്കിൽഡ് ആയിരിക്കും. മറ്റൊന്ന്, ഹെൽത്തി പേഴ്സൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം അദ്ദേഹത്തിന്റെ ലേബർ സപ്ലൈ നൽകാനാവും, നിരന്തരം ജോലി ചെയ്യാനാവും. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അത് കൂടാതെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള, പരിശീലനം സിദ്ധിച്ച ആൾക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും, കാര്യക്ഷമത ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. ഏതെങ്കിലും 4 പോയിന്റ്സ് മതി, അല്ലേ? ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് നോക്കാനുള്ളത്. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പോയിന്റ് ഔട്ട് ദ മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക വിപണനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്ത പോയിന്റ്. അപ്പൊ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. 3-4 പോയിന്റ്സ് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് ഗവൺമെന്റ് ചെയ്തത്? റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു. നമ്പർ 1, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗിന് സൗകര്യം ഒരുക്കി. മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില നിശ്ചയിച്ചു, മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിച്ചു. അതോടൊപ്പം തന്നെ ബഫർ സ്റ്റോക്ക് സംഭരിച്ചു വെക്കാൻ, ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കാനുള്ള ബഫർ സ്റ്റോക്ക് സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് പ്രസക്തമായ 4 എണ്ണമാണ് നമുക്ക് ആവശ്യം, അല്ലേ? റെഗുലേറ്റഡ് മാർക്കറ്റുകൾ സ്ഥാപിച്ചു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കി, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൗകര്യം ഒരുക്കി, മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകി, അതുപോലെ തന്നെ ബഫർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇത് ഏതെങ്കിലും 4 പോയിന്റ് എക്സ്പ്ലനേഷനോട് കൂടി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ മാർക്ക് ലഭിക്കുക. അപ്പോൾ ഒരു 4 മാർക്കിന് ഗൗനിക്കേണ്ട രീതിയിൽ നിങ്ങൾ ആ ചോദ്യത്തെ ഗൗനിക്കണം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് ഫോർ കൺവേർട്ടിംഗ് ആൻ ഇൻക്ലൂസീവ് സീരീസ് ഇൻ എക്സ്ക്ലൂസീവ് സീരീസ്, അല്ലേ? ക്ലാസ്സുകൾ 2 രീതിയിലുണ്ട്. ഇൻക്ലൂസീവ് ക്ലാസ്സും ഉണ്ട്, എക്സ്ക്ലൂസീവ് ക്ലാസ്സും ഉണ്ട്. എന്താ ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും തമ്മിൽ വ്യത്യാസം? ഇൻക്ലൂസീവ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളും. അത് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. നേരെ മറിച്ച് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാലോ, ഒരു ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. അതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള അന്തരം കാണുക. അഥവാ 1ാമത്തെ ക്ലാസ്സും 2ാമത്തെ ക്ലാസ്സും തമ്മിലുള്ള അന്തരം കാണുക. ഇവിടെ നമ്മളൊന്ന് കണ്ടു നോക്കാം, അല്ലേ? 10-19, 20-29, ഇവ തമ്മിലുള്ള അന്തരം എന്താണ്? 19ഉം 20ഉം തമ്മിലുള്ള അന്തരം 1. അപ്പൊ 2 ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. പിന്നെ ആ വ്യത്യാസത്തെ 2 കൊണ്ട് ഹരിക്കുക. തീർച്ചയായും ആ കിട്ടിയ ആൻസർ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും കുറക്കുക, എല്ലാ അപ്പർ ലിമിറ്റിനോടും കൂട്ടുക. എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും കുറക്കുക, എല്ലാ അപ്പർ ലിമിറ്റിനോടും കൂട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആവും. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് ബി. ഈ ക്വസ്റ്റ്യൻ്റെ ബി ആയിട്ട് വരുന്നത്. ആ ബിയുടെ ആൻസർ ഇതാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് ക്ലാസ് ആണ്, അതിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റി കഴിഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ച എ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്രകാരം, ആ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ വായിക്കാം എക്സ്ക്ലൂസീവായിട്ട്: 9.5 to 19.5, 19.5 to 29.5, 29.5 to 39.5, 39.5 to 49.5, 49.5 to 59.5, ഇങ്ങനെയായി മാറി. ഇപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയി മാറി. എന്തൊക്കെ ചെയ്തു നമ്മൾ? ആദ്യം 2 ക്ലാസ്സുകൾ തമ്മിലുള്ള അന്തരം കണ്ടു, ആ അന്തരത്തെ 2 കൊണ്ട് ഹരിച്ചു, ആ കിട്ടിയ ആൻസർ എല്ലാ ലോവർ ലിമിറ്റിൽ നിന്നും കുറച്ചു, എല്ലാ അപ്പർ ലിമിറ്റിനോടും കൂട്ടി. ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ലോറൻസ് കർവ്. ലോറൻസ് കർവ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ലോറൻസ് കർവ് ഉണ്ടാക്കാൻ, വരയ്ക്കാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? 26ാമത്തെ ചോദ്യം.
നമുക്കറിയാവുന്ന സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തത് ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഇൻകം. തന്നിരിക്കുന്ന ഇൻകത്തിന്റെ ക്യുമുലേറ്റീവ്സ് കാണുക. ഫൈൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഇൻകം. നമ്മൾ ക്യുമുലേറ്റീവ് ഇൻകം നേരത്തെ കണ്ടതാണല്ലോ, അതിന്റെ പെർസെൻറ്റേജ് കാണുക. അടുത്തത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നേരത്തെ കണ്ട ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് കാണുക. നെക്സ്റ്റ് ഡ്രോ ദ ലൈൻ ഓഫ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ലൈന് വരയ്ക്കുക, അല്ലേ? ശേഷം പ്ലോട്ട് ദ പോയിന്റ്സ്, അല്ലേ? നമ്മൾ ആ തന്നിരിക്കുന്ന പോയിന്റ്സ് ശരിയായ രീതിയിൽ പ്ലോട്ട് ചെയ്യുക. തീർച്ചയായും നമുക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് 4 മാർക്കിന് നമ്മൾ അർഹരാണ്. വൃത്തിയായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതുക തന്നെ വേണം. എന്നാലേ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 27ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എയും ബിയും ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. സൈറ്റ് 2 എക്സാമ്പിൾസ്. കൺവെൻഷണൽ സോഴ്സ് എന്നും അഥവാ പാരമ്പര്യ ഊർജ്ജമെന്നും പാരമ്പര്യേതര ഊർജ്ജമെന്നും വേർതിരിക്കുക. അതിന് 2 എക്സാമ്പിൾ ചെയ്ത എ ക്വസ്റ്റ്യൻ അതാണ്. നമുക്കറിയാം, റിന്യൂ ചെയ്യാൻ കഴിയാത്ത പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എനർജിയാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. റിന്യൂ ചെയ്യാൻ കഴിയാത്ത, അതോടൊപ്പം തന്നെ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എനർജിയാണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അതിനകത്ത് വരുന്ന ഐറ്റംസ് ആണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കൽക്കരി, അതുപോലെ തന്നെ വൈദ്യുതി തുടങ്ങിയവയ്ക്ക് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അതേസമയം നോൺ കൺവെൻഷണൽ സോഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് പുതുക്കാനാവുന്ന, റിന്യൂ ചെയ്യാനാവുന്ന എനർജിയാണ്. ഒരിക്കലും അതൊരു തരത്തിലും പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അതിന് 2 എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, സോളാർ എനർജി, അതുപോലെ തന്നെ ടൈഡൽ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെ പറയാം, അല്ലേ? ഇതൊക്കെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനിയുള്ളത്. അതിനകത്ത് 27ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് സോഴ്സ് ഓഫ് എനർജി പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ കൺവെൻഷണൽ എനർജിയുടെയും അതുപോലെ നോൺ കൺവെൻഷണൽ എനർജിയുടെയും ഇടയിൽ വിച്ച് സോഴ്സ് ഓഫ് എനർജി പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഏത് എനർജി സോഴ്സാണ് സുസ്ഥിര വികസനത്തിന് നമ്മളെ സഹായിക്കുന്നത്? ഏത് സോഴ്സാണ് അത്? നോൺ കൺവെൻഷണൽ സോഴ്സാണ്. നോൺ കൺവെൻഷണൽ സോഴ്സാണ്. ഇതിനകത്ത് ആദ്യത്തെ എ ക്വസ്റ്റ്യന് 3 മാർക്കും ബി ക്വസ്റ്റ്യന് 1 മാർക്കും, അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 4 മാർക്ക് നേടാനാവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 28 മുതൽ 30 വരെയുള്ള 3 ക്വസ്റ്റ്യൻസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ 2 എണ്ണം മാത്രമാണ് എഴുതേണ്ടത്. ചോയ്സ് ഉണ്ട്, അതിനകത്ത് ശ്രദ്ധിക്കണം. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജി ഓഫ് പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് അമേനിറ്റീസ് ആസ് ആൻ അപ്രോച്ച് ടു അലീവിയേറ്റ് പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്നതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആ തന്ത്രത്തെക്കുറിച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലേ? നമുക്ക് നേരത്തെ തന്നെ പോവർട്ടി അലീവിയേഷനുമായി ബന്ധപ്പെട്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട 3 സ്റ്റെപ്പുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് പ്രൊവിഷൻ ഓഫ് ബേസിക് അമനിറ്റീസ്. ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണമെന്നാണ്, ആ തന്ത്രത്തെക്കുറിച്ച്, ആ രീതിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രൊവിഷൻ ഓഫ് മിനിമം അമനിറ്റീസ്, അല്ലേ? നമുക്കറിയാം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നൽകുക. അതിലാണ് ഒന്നാമത്തെ കാര്യമാണത്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം. അതുപോലെ മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പരിപാടി, മിഡ് ഡേ മീൽസ്. ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, സംയോജിത ശിശു സംരക്ഷണ പരിപാടി. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, സംയോജിത ശിശു വികസന പരിപാടി. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ പെൻഷൻ സ്കീമുകൾ. ഇങ്ങനെയുള്ള 4-5 പോയിന്റുകളുണ്ട്. ഇത് നമുക്ക് ആവശ്യമായ, ഇതിന് ഏതെങ്കിലും 3 എണ്ണം നല്ല എക്സ്പ്ലനേഷനോട് കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ PDS, മിഡ് ഡേ മീൽ സ്കീം, ICDS, നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാംസ്, പെൻഷൻസ്, വേരിയസ് പെൻഷൻ സ്കീംസ്, ഇതിലേതെങ്കിലും 3 പോയിന്റ് എക്സ്പ്ലനേഷനോട് എഴുതിയാൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് ഡീഗ്രഡേഷൻ, ഭൂമിയുടെ അപചയത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പറയുക എന്നുള്ളതാണ്. അതും നിങ്ങൾ 5 പോയിന്റ് എഴുതേണ്ടത്. 5 പോയിന്റ് 5 മാർക്ക്. ഒന്നാമത്തെ കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്, വനനശീകരണം, അല്ലെ? ലോസ് ഓഫ് വെജിറ്റേഷൻ, മണ്ണിന്റെ ആ ഫെർട്ടിലിറ്റി ഉണ്ടല്ലോ, മണ്ണിന്റെ ആ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നത് മറ്റൊരു കാരണമാണ്. ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ,
ക്രോപ്പ് റൊട്ടേഷൻ ഒരു ശരിക്ക് യോജിച്ച രീതിയിലല്ലാത്ത ക്രോപ്പ് റൊട്ടേഷൻ അതിനൊരു കാരണമാണ് അല്ലെ. ഷിഫ്റ്റിംഗ് ഓഫ് കൾട്ടിവേഷൻ ടു ഫോറസ്റ്റ് ഏരിയയിൽ പ്രത്യേകിച്ച് നമുക്ക് ഫോറസ്റ്റ് ലാൻഡ് എടുത്തുകൊണ്ട് അതിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നത് വലിയൊരു കാരണമാകുന്നുണ്ട്. അതുപോലെ ഫോറസ്റ്റ് ഫയർ, വനത്തിലുണ്ടാകുന്ന തീപിടുത്തം വലിയൊരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ മണ്ണിന്റെ അപചയത്തിന് കാരണമാകുന്നു. അതുപോലെ പെസ്റ്റിസൈഡ്സ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് മണ്ണിന്റെ അപചയത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം, അതുപോലെ തന്നെ വനനശീകരണം, വനമേഖല കൃഷിക്ക് വേണ്ടിയിട്ട് കൂടുതൽ നശിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ഈ വനങ്ങൾ തീ കത്തി നശിക്കുന്നത്, ഇതൊക്കെ ഇതിന് കാരണമാണ്. ഇതിൽ പ്രധാനപ്പെട്ട 5 പോയിന്റ്സ് ആണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. 30ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. കോറിലേഷന്റെ വ്യത്യസ്തമായ ടൈപ്പ് നിങ്ങൾ പറയണം സ്കാറ്റർ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി. സ്കാറ്റർ ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ 1, രണ്ടാമത്തെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, മൂന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ, നാലാമത്തെ നെഗറ്റീവ് കോറിലേഷൻ, 5ാമത്തെ നോ കോറിലേഷൻ. ഇങ്ങനെ 5 ടൈപ്സ് നിങ്ങൾക്ക് ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി പറയാൻ പറ്റും. ഈ 5 ടൈപ്സ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രത്തിന്റെ സഹായത്തോടു കൂടി നൽകി കഴിഞ്ഞാൽ 5 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 31 മുതൽ 33 വരെയുള്ള ക്വസ്റ്റ്യൻസ് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 2 എണ്ണം മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, 1 എണ്ണം ചോയ്സ് ആണ്. 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻ ജൂലൈ 1991 India forced to introduce new economic policy based on liberalization, privatization and globalization. അല്ലേ, 1991 കൂടി ഇന്ത്യ നിർബന്ധിതമായി പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കാൻ. ആ സാമ്പത്തിക നയം എന്തായിരുന്നു? ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ആൻഡ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഇങ്ങനെ ഒരു പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യ നിർബന്ധിതമായി. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പുതിയ സാമ്പത്തിക നയം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നതാണ് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ 2 ചോദ്യമുണ്ട്. 2ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ആ കാലയളവിൽ അനുഭവിച്ചിരുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രശ്നമായിരുന്നു അതിൽ റീസൺ. ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം അതിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രോബ്ലം. മറ്റൊന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ്, സാമ്പത്തിക പ്രതിസന്ധി, അന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ലേ. അതുപോലെ ഡിപ്ലീഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അല്ലെ. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ വിനിമയ റിസർവുകൾ എന്ത് ചെയ്തു? വളരെ കുറഞ്ഞു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വളരെയധികം താഴ്ന്നു പോയി. പിന്നെ അതുപോലെ വിലക്കയറ്റം, നിരന്തരമായ വിലക്കയറ്റം, ഇൻഫ്ലേഷനാണ് മറ്റൊന്ന്. പിന്നെ ഡെഫിസിറ്റ്സ്, മറ്റത് ബഡ്ജറ്റ് ഡെഫിസിറ്റ്സ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്സ്, പലതരത്തിലുള്ള കമ്മികൾ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി, ബഡ്ജറ്റ് ഡെഫിസിറ്റ്, ബഡ്ജറ്റ് കമ്മി തുടങ്ങിയ കമ്മികൾ. പുവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളരെ മോശമായ പെർഫോമൻസ്, ഇതൊക്കെ വളരെ കാരണമായി. കൂടാതെ നമുക്ക് ഗൾഫ് ക്രൈസിസ് പോലുള്ള, ഗൾഫ് പ്രതിസന്ധി പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഈ വിഷയം വഷളാക്കാൻ കാരണമായി. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അന്തർദേശീയ സ്ഥാപനങ്ങളായിട്ടുള്ള വേൾഡ് ബാങ്കും IMFും ഇന്ത്യയെ ഈ പുതിയ സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അന്താരാഷ്ട്ര സമൂഹം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രശ്നം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലുള്ള കുറവ്, ഇൻഫ്ലേഷൻ അഥവാ വിലക്കയറ്റം, ഡെഫിസിറ്റുകൾ, ധനക്കമ്മിയും അതുപോലെ തന്നെ ബഡ്ജറ്റ് കമ്മിയും, പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മോശമായ പെർഫോമൻസ് തുടങ്ങിയവയ്ക്ക് അതിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. ഇനി B ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഇൻ വിച്ച് ലിബറലൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് സിൻസ് 1991. 1991 മുതൽ ലിബറലൈസേഷൻ പോളിസി നടപ്പാക്കിയ പ്രധാനപ്പെട്ട ഏരിയകൾ ഏതൊക്കെയാണ് അല്ലേ. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നടപ്പാക്കിയിട്ടുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറുകൾ നടപ്പാക്കി, ടാക്സ് മേഖലയിൽ, ഫോറിൻ എക്സ്ചേഞ്ചിൽ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലൊക്കെ ലിബറലൈസേഷൻ നടപ്പാക്കിയിട്ടുണ്ട്. ആ ഏരിയയൊക്കെ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി 32ാമത്തെ ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ്. അത് $1 million ക്വസ്റ്റ്യൻ ആണ്.
കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീന്, മീഡിയൻ, മോഡ് എന്നിവ കണക്കാക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് സീരീസിലാണ്, ക്ലാസ് ഇന്റർവൽ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാം. കണ്ടിന്യൂസ് സീരീസിൽ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കുക? അരിതമെറ്റിക് മീൻ കാണാൻ നമുക്ക് 2-3 തരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ അതിലൊരു സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡഡ് ബൈ എൻ, അല്ലെങ്കിൽ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ഇതിൽ ഏതെങ്കിലും ഒരു ഈസി ആയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനാവും. അതിലൂടെ നിങ്ങൾ കണ്ടെത്തുന്ന അരിതമെറ്റിക് മീനിന്റെ ആൻസർ ഇതാണ്, 33.5 ആണ്. ആൻസർ 33.5 ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ ഫോർമുലയ്ക്ക് ഒരു മാർക്കാണ്, പ്രോസസ്സിന് ഒരു മാർക്കാണ്, ആൻസറിന് ഒരു മാർക്കാണ്. അങ്ങനെ 3 മാർക്ക് അരിതമെറ്റിക് മീൻ നിങ്ങൾക്ക് ലഭിക്കും. മീഡിയൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, മീഡിയന്റെ ഫോർമുല ഉപയോഗിക്കണം. 2 തരത്തിലുള്ള ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. ആദ്യം നിങ്ങൾ n/2 കാണണം. അതിനുശേഷം നിങ്ങൾ മീഡിയൻ കാണാൻ മറ്റ് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കണം. L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയൻ കാണാനാവും. അങ്ങനെ നിങ്ങൾ മീഡിയൻ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 33.3 ആണ്. 33.3 ആണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫോർമുലയ്ക്ക് ഒരു മാർക്ക്, പ്രോസസ്സിന് ഒരു മാർക്ക്, ആൻസറിന് ഒരു മാർക്ക്. ഇതുപോലെ മോഡും നിങ്ങൾ കാണേണ്ടി വരും. മോഡ് കാണാനുള്ള ഫോർമുല ഉപയോഗിക്കുക, അതിൻ്റെ പ്രോസസ്സ് ചെയ്യുക. അതിന് രണ്ടിന് ഓരോ മാർക്കാണ്. ഫോർമുലക്കും പ്രോസസ്സിനും കൂടെ ഒരു മാർക്ക്, ആൻസറിന് ഒരു മാർക്ക്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മൊത്തം 2 മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഇനി നമുക്ക് 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്കോർസ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് ടെസ്റ്റ്സ് ആർ ഗിവൺ ബിലോ. സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് ടെസ്റ്റിലെ 8 സ്റ്റുഡൻസിന്റെ സ്കോർ താഴെ കൊടുത്തിരിക്കുന്നു. സ്കോറാണ് ഇനി വായിക്കാൻ പോകുന്നത്. 10, 15, 5, 20, 35, 30, 25, 40. ഇതാണ് സ്കോർസ്. കാണേണ്ടത് ഇതാണ്. എ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. മീൻ ഡീവിയേഷൻ കാണണം, അരിതമെറ്റിക് മീനിൽ നിന്നും കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷനും കാണണം. ക്വസ്റ്റ്യൻ ബി, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം, അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അഥവാ CVയും കാണണം. ഇവിടെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. രണ്ടും ഇൻഡിവിജ്വൽ സീരീസിലാണ് ചെയ്യേണ്ടത്. മീൻ ഡീവിയേഷൻ കാണുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, മീൻ ഡീവിയേഷൻ മീനിൽ നിന്നും കാണാം, മീഡിയനിൽ നിന്നും കാണാം. ഇവിടെ മീനിൽ നിന്നും അരിതമെറ്റിക് മീനിൽ നിന്നും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസറിലേക്ക് വരുമ്പോൾ സാധാരണ യൂഷ്വലായിട്ട് ഇൻഡിവിജ്വൽ സീരീസ് അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിൻ്റെ മീൻ ഡീവിയേഷൻ കിട്ടുന്നത്, എ ക്വസ്റ്റിൻ്റെ ആൻസർ മീൻ ഡീവിയേഷൻ കിട്ടുന്നത് 10 ആണ് ആൻസർ. അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ കിട്ടുന്നത് 0.44 ആണ്. തീർച്ചയായും നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ബി ക്വസ്റ്റിൻ്റെ ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11.45 ആണ്. 11.45 ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും പ്രോസസ്സും കൂടിയിട്ടാണ് വരുന്നത്. ഇക്വേഷൻ, പ്രോസസ്സ്, അതുപോലെ തന്നെ ആൻസർ, ഇതൊക്കെ കൂടിയിട്ടാണ് മാർക്ക് ചെയ്യുക കേട്ടോ. CV കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ അത് 50.88 ആണ്. അപ്പോൾ മീൻ ഡീവിയേഷനും കോഎഫിഷ്യന്റും കണ്ടാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യന്റും കണ്ടാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഫോർമുലയും പ്രോസസ്സും ആൻസേഴ്സും ക്ലിയർ ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് പൂർണ്ണമായിട്ട് പുസ്തകത്തിൻ്റെ സഹായത്തോട് റെഫർ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മാർക്ക് വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും.